കുനുകുനി ചെറുകുറു നിരകൾ ചുവടിടും കവിളുകളിൽ. സിനിമയുടെ ചുറ്റുവട്ടത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു സംഗീത് ശിവൻ. സംവിധായകനും ഛായാഗ്രാഹകനുമായ ശിവന്റെ മകനായ ഇതേ വിശേഷണങ്ങളുള്ള സന്തോഷ് ശിവന്റെ സഹോദരനായ സംഗീതിന് ഡോക്യുമെന്ററികളും പരസ്യചിത്രങ്ങളുമായിരുന്നു താല്പര്യം. പിന്നീട് സന്തോഷ് ശിവന്റെ നിർദ്ദേശപ്രകാരമാണ് സംഗീത് സിനിമാ സംവിധാനത്തിന്റെ രുചിയറിയുന്നത്. സിനിമ താല്പര്യമില്ലാത്തതിനാൽ സംവിധാന സഹായിയായി പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത സംഗീത് സിനിമയ്ക്ക് ഫ്രെയിം വെച്ചപ്പോൾ പിറന്നത് മലയാളത്തിന്റെ കാഴ്ചാനുഭവം മാറ്റിയ ക്ലാസിക്കുകളായിരുന്നു. വ്യൂഹത്തിൽ തുടങ്ങി യോദ്ധയും ഗാന്ധർവവും നിർണയവും അടങ്ങുന്ന വ്യത്യസ്ത അനുഭവങ്ങൾ. 1976 അച്ഛനോടൊത്താണ് സംഗീത് പരസ്യങ്ങളും ഡോക്യുമെന്ററികളും ചെയ്യാൻ ആരംഭിച്ചത്. അച്ഛൻ ശിവൻ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ക്യാമറാമാനായിരുന്നു. പ്രശസ്തമായ ശിവൻ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അഭയം, യാഗം, കേശു തുടങ്ങി പുരസ്കാരാർഹമായ നിരവധി ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ് ശിവൻ. ഇദ്ദേഹത്തിനൊപ്പമാണ് സംഗീതിന്റെ ആരംഭം. കൂട്ടിന് സഹോദരൻ സന്തോഷും. ഡോക്യുമെന്ററികളിലെ സംവിധാന സഹായി സംഗീതും ക്യാമറ സന്തോഷും നിർവഹിക്കും. പിന്നീട് സഹോദരൻ സന്തോഷ് ശിവനുമായി ചേർന്ന് സംഗീത് ഒരു പരസ്യ കമ്പനിക്ക് രൂപം നൽകി. ഈ സമയത്ത് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ സന്തോഷ് ശിവൻ രാജ്യത്തെ തന്നെ എണ്ണം പറഞ്ഞ ക്യാമറമാനായി മാറിയിരുന്നു. സംഗീതാവട്ടെ യുണിസെഫിനടക്കം ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തെങ്കിലും സിനിമാ സംവിധാനം അകറ്റി നിർത്തി. 1989 അദ്ദേഹം ആമിർ ഖാൻ നായകനായ രാഖ് എന്ന സിനിമയുടെ സഹനിർമ്മാതാവായിരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അടക്കം നേടിയ സിനിമയായിരുന്നു രാഖ്. സന്തോഷ് ഇട്ട സിനിമാ സംവിധാന ചിന്ത സംഗീത് ആദ്യം വിലക്കെടുത്തില്ലെങ്കിലും സന്തോഷ് വിട്ടില്ല. അങ്ങനെ സഹോദരന്റെ നിരന്തര പ്രേരണയാൽ സംഗീത് ശിവൻ സിനിമയെന്ന വമ്പൻ ലോകത്തേക്ക് കടന്നു. 1990 ആദ്യ ചിത്രം വ്യൂഹം. സിനിമാ പിടുത്തത്തിൽ സ്വന്തം ശൈലി സ്വീകരിക്കണമെന്ന സന്തോഷിന്റെ നിർദ്ദേശം പാലിച്ച് സംഗീത് ശിവൻ സൂപ്പർ താരങ്ങൾ ഒഴിവാക്കിയാണ് വ്യൂഹം ഒരുക്കിയത്. രഘുവരനായിരുന്നു നായകൻ, ബാബു ആന്റണിയും ക്യാപ്റ്റൻ രാജുവും വില്ലന്മാർ, ഉർവശി നായിക, സുകുമാരനും രാജൻ ബി ദേവുമൊക്കെ പ്രധാന വേഷങ്ങളിൽ. മെൽ ഗിബ്സൺ അഭിനയിച്ച ലീതൽ വെപ്പൺ എന്ന സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചിത്രത്തിൽ സംഗീത് ശിവൻ എന്ന സംവിധായകന്റെ ക്രാഫ്റ്റ് മലയാളം കണ്ടു. സന്തോഷ് ശിവന്റെ ക്യാമറ ഉൾപ്പെടെ ടെക്നിക്കൽ റിച്ച്നെസ് കൊണ്ട് അന്ന് അത്ഭുതപ്പെടുത്തിയ സിനിമയായിരുന്നു വ്യൂഹം. ഹോളിവുഡ് സിനിമാവതരണ ശൈലി മലയാളം കാണുന്നത് അന്ന് ആദ്യമായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം സംഗീത് മലയാള സിനിമയെ ഹോളിവുഡോളം ഉയർത്തി. മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ യോദ്ധയിൽ ഇന്ത്യൻ മൊസാട്ട് AR റഹ്മാൻ മലയാളത്തിൽ ആദ്യമായി ഈണമിട്ടു. ദി ഗോൾഡൻ ചൈൽഡ് എന്ന ഹോളിവുഡ് സിനിമയുടെ അനൌദ്യോഗിക റീമേക്കായിരുന്നു യോദ്ധ. AR റഹ്മാനും സന്തോഷ് ശിവനും എഡിറ്റിംഗ് ടേബിളിൽ ശീകർ പ്രസാദും ഉൾപ്പെടെ ടെക്നിക്കലി മികച്ചു നിന്ന സിനിമ ശശിധരൻ ആറാട്ടുവഴിയുടെ തിരക്കഥയിൽ മലയാളത്തിലെ കൾട്ടുകളിലൊന്നായി മാറി. ഡോൾമാമായും തൈപ്പറമ്പിൽ അശോകനും അക്കോസുട്ടോയും അരിശുമൂട്ടിൽ അപ്പുക്കുട്ടനും നിത്യഹരിത കഥാപാത്രങ്ങളായതിനൊപ്പം സിനിമയിലെ പല ഡയലോഗുകളും ഇന്ന് മീമുകളാണ്. എന്ന് കണ്ടാലും എത്ര തവണ കണ്ടാലും മതിവരാത്തൊരു ക്ലാസിക്. മനോഹരമായ ലൈറ്റിങ്ങും ഫ്രെയിമുകളും മലയാള സിനിമ അന്നോളം കണ്ടിട്ടില്ലാത്ത ഭൂമികകളിലൂടെ പരിചിതരല്ലാത്ത കഥാപാത്രങ്ങളിലൂടെ യോദ്ധയിൽ നിറഞ്ഞു നിന്നു. ഒരുപക്ഷെ സംഗീത് ശിവന്റെ മാസ്റ്റർ പീസ്. അരവിന്ദ് സ്വാമി ആദ്യമായി മലയാളം പറഞ്ഞ സിനിമയായിരുന്നു ഡാഡി. സുരേഷ് ഗോപി, ഗൗതമി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം മലയാള സിനിമയിലെ ടിപ്പിക്കൽ കമേഴ്ഷ്യൽ സിനിമ എന്നതിനൊപ്പം ടെക്നിക്കലി റിച്ചായ സിനിമയാണ്. 92 പുറത്തിറങ്ങിയ ഡാഡി, 93 പുറത്തിറങ്ങിയ ഗാന്ധർവം, ജോണി, 95 പുറത്തിറങ്ങിയ നിർണയം, ഈ സിനിമകളെല്ലാം പലതരത്തിൽ മലയാള സിനിമയിലെ നിർണായക നാഴികക്കല്ലായിരുന്നു. മലയാളം കണ്ട ഏറ്റവും മികച്ച റിവഞ്ച് ത്രില്ലറുകളിലൊന്നായിരുന്നു നിർണയം. ഗാന്ധർവം മനോഹരമായ പാട്ടുകളുള്ള എല്ലാ തരത്തിലും ഒരു പെർഫെക്റ്റ് കമേഴ്ഷ്യൽ സിനിമ. വളരെ ചുരുങ്ങിയ ബജറ്റിലൊതുക്കിയ ജോണി അതിൻ്റെ കുറവ് കാണാൻ കഴിയാത്തൊരു സിനിമയായിരുന്നു. ഒരു സിനിമ എന്ന നിലയിൽ നിർണയം മികച്ചു നിന്നെങ്കിലും സിനിമയുടെ പരാജയം സംഗീതിനെ ബാധിച്ചു. ഇതോടെ സംഗീത് ശിവൻ തട്ടം ബോളിവുഡിലേക്ക് മാറ്റി. സണ്ണി ഡിയോൾ, സുഷ്മിത സെൻ എന്നിവർ മുഖ്യവേഷത്തിലെത്തി. 1998 പുറത്തിറങ്ങിയ സോർ എന്ന സിനിമയിലൂടെ ഹിന്ദി അരങ്ങേറ്റം നടത്തിയ സംഗീത് 2003 ചുരാ ലിയാ ഹെ തുമ്നെ പരാജയമായതോടെ സംഗീത് വീണ്ടും വീണു. അതോടെ സംഗീത് ശിവൻ എന്ന സംവിധായകന്റെ സിഗ്നേച്ചർ മാഞ്ഞുപോയി. സ്റ്റുഡിയോകൾക്ക് വേണ്ടി സംവിധാനം എന്ന ടെക്നിക്കാലിറ്റി കൊണ്ട് മാത്രം ഒരുക്കിയ സിനിമകളായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പല സിനിമകളും. 2000 സ്നേഹപൂർവ്വം അന്ന എന്ന സിനിമയാണ് അദ്ദേഹം മലയാളത്തിൽ അവസാനമായി സംവിധാനം ചെയ്തത്. ജിത്തു മാധവന്റെ രോമാഞ്ചം എന്ന സിനിമ കപ് കപി എന്ന പേരിൽ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാനിരിക്കെയാണ് സംഗീത് ശിവന്റെ മരണം. സ്വന്തം വഴിതെളിച്ച് ആ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിച്ച സിനിമാക്കാരനായിരുന്നു സംഗീത് ശിവൻ. യുണീക്കായ കഥാപാത്രങ്ങളും കഥയും കഥാപരിസരങ്ങളും ഉൾപ്പെടുത്തി ടെക്നിക്കാലിറ്റിയുടെ എല്ലാ മേന്മകളും ഉപയോഗിച്ച് വളരെ വ്യത്യസ്തമായ മേക്കിംഗ് കൊണ്ട് മായാജാലം കാണിക്കാൻ കൊതിച്ചൊരു മാന്ത്രികൻ. തനിക്കൊപ്പം കാണികൾ വളരുന്നില്ലെന്ന് തോന്നിയ മാന്ത്രികൻ കളം വിട്ടു. നഷ്ടം എങ്ങനെ നോക്കിയാലും മലയാള സിനിമയ്ക്ക് തന്നെ.